ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ളോഗ്. അപ്പോൾ മാങ്ങ കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയല്ലോ. വളരെ ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കാം കേട്ടോ. ഇപ്പോൾ മാങ്ങയുടെയൊക്കെ സീസണാണ്, അതുകൊണ്ട് മാങ്ങ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഒരു മാങ്ങയെങ്കിൽ ഒരു മാങ്ങ കിട്ടുമ്പോൾ തയ്യാറാക്കിക്കോണം കേട്ടോ. ഒരു മാങ്ങ കൊണ്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ മാങ്ങ കിട്ടിയാലും നിങ്ങൾ ഈ റെസിപ്പി മസ്റ്റായിട്ടും തയ്യാറാക്കും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. അതുകൂടാതെ തന്നെ ഗ്യാസിൻ്റെയൊക്കെ ഒരു ക്ഷാമം നിലനിൽക്കുന്ന ഈ സമയത്ത് ഗ്യാസ് ഒന്നും കത്തിക്കാതെ തന്നെ നമുക്ക് ചോറിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സൈഡ് ഡിഷാണ് കേട്ടോ. ചോറിന് മാത്രമല്ല, വെറുതെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്രേറ്ററിൽ വെച്ച് ഇതേപോലെ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ പൊടിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കിനി എരിവിനായിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി മുളക് പൊടി വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാലും മതിയാകുക. അപ്പോൾ ഞാൻ ഇവിടെ കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/2 ടീസ്പൂൺ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മീഡിയം സൈസ് സവാള ഇതേപോലെ നീളത്തിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടോളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ല ഫ്രഷ് ആയിട്ട് കുരുമുളക് കല്ലിൽ വെച്ച് ഒന്ന് ചതച്ചെടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് സൂപ്പർ ടേസ്റ്റാണ്. നല്ല ഒരു ആ കുരുമുളക് പൊടിയുടെ കുരുമുളക് നമ്മൾ ചതച്ചിടുമല്ലോ, അതിൻ്റെ ആ ഒരു മണം അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് കുരുമുളക് ചതച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം കൈ കൊണ്ട് ഇതേപോലെ നല്ലോണം അതങ്ങ് തിരുമ്മി നമുക്കതങ്ങ് കുഴച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒരു ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ നമുക്ക് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് വച്ചതിന് ശേഷം നമുക്കിത് കഴിക്കാം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ നമുക്കിവിടെ റെഡി ആയി കിട്ടും. ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്കിതങ്ങ് കഴിച്ചു തുടങ്ങാം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ നീരും മസാലകളെല്ലാം കൂടെ അതിലോട്ടങ്ങ് പിടിച്ച് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു ഐറ്റം മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. അത്രയ്ക്കും ടേസ്റ്റാണ്, സൂപ്പറാണ്. ഇപ്പം തന്നെ നിങ്ങളുടെ വായിൽ വെള്ളം വന്നില്ലേ? ഇനി ഒന്ന് തയ്യാറാക്കി നോക്കിയേ. സൂപ്പറാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണേ. ഇതുപോലെ തന്നെ നല്ല സിമ്പിളായിട്ടുള്ള അടിപൊളി ഐറ്റംസാണ് കേട്ടോ എൻ്റെ ചാനലിൽ ഞാൻ കൂടുതൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതും വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയത്. അപ്പോൾ മസ്റ്റായിട്ടും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടതിന് ശേഷം അതെല്ലാം ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടിപൊളി മറ്റൊരു ഐറ്റമായിട്ട് കാണാം. അതുവരെ താങ്ക് യു.